ഇവിടെ ഒന്ന് കഴിക്കാനില്ലേ? ഇന്നും പുട്ടാണോ? എടാ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പുട്ട് പോയിട്ട് ഒരു കപ്പ കഷ്ണം പോലും എടുക്കാനില്ലായിരുന്നു, അറിയാ. തുടങ്ങി. സുമേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞ് നീ എനിക്ക് ആദ്യമായി പുട്ടുണ്ടാക്കി തന്നത്? പിന്നെ അതൊരു വെള്ളിയാഴ്ച ആയിരുന്നില്ലേ? ദുഃഖ വെള്ളിയായിരിക്കും. അല്ല, അത് ഗോതമ്പ് പുട്ട്. ചേട്ടൻ പറഞ്ഞ അരിപ്പുട്ടിന്റെ കാര്യം അല്ലേ ഏട്ടാ? അച്ഛാ, എത്ര തവണ പറഞ്ഞതാ വിരലിട്ട് മുക്കല്ലേന്ന്? ചൂട് നോക്കിയതാടാ മോനെ. അച്ഛൻ എപ്പോ നോക്കിയല്ല അടുക്കളയിലാണല്ലോ. അല്ല, ഞാൻ ഇപ്പൊ വല്ല പണിക്കും കൂടെ. ഞാൻ പണിയെടുത്തതുകൊണ്ടാ നീയൊക്കെ. ചേട്ടാ, അവൻ കുട്ടിയല്ലേ. അമ്മ അറിഞ്ഞ എന്താ പോനെ? ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് പേടിച്ചു പോയി. അയ്യോ, എന്ത് സ്വപ്നം കണ്ടത്? പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയും കിട്ടി അങ്ങ് ദൂരെ ഞാൻ പോകുന്നു. എന്റെ ദൈവമേ, ഷോ അങ്ങനെ ഒന്നും സംഭവിക്കൂല മക്കളെ, സ്വപ്നമല്ലേ. എന്നാ കഴിക്കാൻ. എന്തൊരമ്മേ മോനും. അമ്മ മടിയൻ. മടിയനാ ഞാനാ? അച്ഛ പുട്ട് ഇവിടെ ഉണ്ട്, പഴം അവിടെ ഉണ്ട്. ഒന്ന് കുഴച്ചു വെച്ചിരുന്നെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നോ? ഇനിയിപ്പൊ ഞാൻ തന്നെ അല്ല ഒരച്ഛൻ. എടാ, കെട്ടിയ പെണ്ണെ തെറി വിളിക്കുന്നതേ വലിയ അന്തസ്സൊന്നും അല്ല. ആരെ വിളിച്ചാലും തെരിക്ക് എവിടെയാടാ അന്തസ്? അതുകൊണ്ട് നമ്മൾ 100 പ്രാവശ്യം വിളിക്കൂടെ തെണ്ടി? വേണ്ട, ഇങ്ങോട്ട് കയറി വരണ്ട, അവിടെ നിന്നാ മതി. ചാട്ടക്കാരൻ. എടാ, അയലൊക്കത്തൊക്കെ മാന്യന്മാരുള്ളതാ. നീ എന്നാ വീട്ടിൽ വന്ന് കയറിയോ അന്ന് എന്റെ മനസ്സമാധാനം പോയടാ. നിന്റെ സമാധാനക്കുറവ് എന്താന്ന് ഞമ്മക്കറിയാടാ വവ്വാലുണ്ടായവനെ. എന്റെ അമ്മേ, ഇത് കേട്ടോ? എന്റെ പോയി സൈജു ഇത് കേട്ടാലുണ്ടല്ലോ ഇവിടെ ചോരപ്പുഴ എഴുതും, ചോരപ്പുഴ. ഉമ്മുവിന്റെ നാങ്കാണ എന്നാ രസമാ. ഇങ്ങോട്ട് നീട്ടിപ്പിടി. ഇന്നലെ ശക്തിമാൻ കണ്ടായിരുന്നു. എന്നാ കറക്കമല്ലേ പുള്ളി കറക്കണേ. ഇങ്ങനെ കറങ്ങിയ തല ഇറങ്ങില്ലേ? ഉമ്മുക്കുലുസ് വീട്ടിൽ വന്നിട്ട് വേണം നമുക്ക് ഒന്നിച്ച് കറങ്ങാൻ. ഞാൻ ഇപ്പൊ ഉമ്മുവിനെ കറക്കട്ടെ. അവൻ കേക്കരുതേന്ന് താൻ പ്രാർത്ഥിക്ക്. പിടിപെടണ്ട, അനക്ക് തൊഴിലിന്റെ അസോളാണ്. അയ്യോ, വാപ്പ തുപ്പി കഴിയാറായി തോന്നുന്നേ. നീ മേടിക്കും എന്റെ ഞാൻ പോകുന്നു. ഉമ്മു കാലിട്ടില്ല, നാളെ ഇടാം. അയ്യോ ഉമ്മു കൈയും ഫിനിഷ് ചെയ്തില്ല. ഇത്രയൊക്കെ മതി. ഓരോ നീ ഇങ്ങനെ എല്ലാം പകുതി വെച്ച് നിർത്തി എങ്ങനെയാ ശരിയാവുക? അയ്യോ ക്യൂടെക്സ്, നാളെ ഇനി ഒരു ഉപ്പി കൂടെ മേടിക്കണം. അച്ഛാ, എന്താ ഇത്? കേട്ടോടാ, പിന്നെ എന്നെ വവാലിന്റെ മനന്ന് വിളിച്ചടാ ഇവൻ. ഓട്ടച്ചോ, ഒന്നുമില്ലല്ലോ, നമ്മുടെ അയൽവാസിയല്ലേ മൊയ്തീനിക്ക. കുറച്ച് ബഹുമാനം കൊടുത്തോടെ ഈ പരനാറിക്ക്. അച്ഛനെ അയാൾ തുപ്പിയ തുപ്പി മോനെ, ഒത്തിരി തുപ്പി. തിരിച്ചു തുപ്പണോ? തുപ്പിക്കോ. മൊയ്തീനെ, പരാക്രമ സ്ത്രീകളോടല്ല ആണുങ്ങളോട് പരാക്രമം കാണിച്ച് ഞാൻ കാഞ്ഞുപോയ കാര്യങ്ങളെല്ലാം എളുപ്പമല്ലോ അല്ലേ? വഴക്കിന് നിൽക്കാതെ കേറി വാ. മോള് പറയണ കൊണ്ട് നമ്മള് പോണു. അല്ലെങ്കിൽ നീ ഓലത്തും.